ഇന്നലെ വൈകുന്നേരമാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ നടത്തിയ പ്രകടനത്തിനിടെ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിന് സമീപത്ത് കെ.സി. വേണുഗോപാലും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഈ ഫ്ലെക്സ് ബോർഡിന് മുകളിൽ കരിയോയിലൊഴിച്ച് പിന്നീട് അത് വലിച്ചു കീറുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത് വലിയ തരത്തിലുള്ള വിമർശനം അപ്പോൾ മുതൽ തന്നെ മറ്റ് ചേരികളിൽ നിന്ന്, പ്രത്യേകിച്ച് എ ഗ്രൂപ്പിന്റെയും അതോടൊപ്പം കോൺഗ്രസിലെ നിഷ്പക്ഷമതികളായ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഫ്ലെക്സ് വലിച്ചു കീറിക്കൊണ്ടുള്ള നീക്കത്തിനെതിരെ വലിയ വിമർശനമുയർന്നു. എ.ഐ.സി.സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ കരിയോയിലൊഴിച്ചുകൊണ്ട് അത് വലിച്ചു കീറുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വി.ഡി. വിരുദ്ധർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു പടുകൂറ്റൻ ഫ്ലക്സ് ഉമ്മൻചാണ്ടിയുടെ, മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു പടുകൂറ്റൻ ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല. എന്നിട്ട് 4 പോയിന്റുകൾ നൽകിയിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ UDF സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നീട് 2021 തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പ്രവർത്തകരിൽ ആവേശം നിറച്ച് ശക്തിപ്പെടുത്തിയ കെ. സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് ആരാണ്? പിന്നീട് മൂന്നാമത്തെ ചോദ്യം, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയത് ആരാണ്? നാലാമത്തെ ചോദ്യം, കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധമുണ്ടാക്കാമെന്നത് വെറും വ്യാമോഹം മാത്രം. ഇങ്ങനെ പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്ന, നാച്ചുറൽ ചോയ്സ് എന്ന വി.ഡി. പക്ഷം വെച്ച ആ വാചകത്തെ പ്രതിരോധിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ചോയ്സ് കേരളം തിരിച്ചറിയുമെന്ന് വ്യക്തമാക്കുന്ന ഒരു വലിയ പടുകൂറ്റൻ ഫ്ലക്സാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പാളയത്തും വഴുതക്കാടുമൊക്കെ സമാനമായ തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. അതിന് മറുവശത്തായി മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പമെന്ന് വ്യക്തമാക്കി വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് കന്റോൺമെന്റ് ഗേറ്റിന് സമര കവാടത്തിന് സമീപം സ്ഥാപിച്ച വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. വിരുദ്ധരുടെ പോസ്റ്ററുകൾ വി.ഡിയുടെ ചിത്രത്തിന് മുകളിൽ പതിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കോൺഗ്രസിൽ 10-20 വർഷം മുമ്പ് നിലനിന്നിരുന്ന ഗ്രൂപ്പ് പോരിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കിടമത്സരമായി സൈബറിടങ്ങളിൽ തുടങ്ങിയ ഈ വാക്പോരും മുദ്രാവാക്യം വിളികളുമൊക്കെ അത് തെരുവിലേക്ക് വ്യാപിക്കുന്ന, അത് ഫ്ലെക്സ് ബോർഡുകളിൽ മത്സരിച്ച് തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി സ്ഥാപിച്ചുകൊണ്ട് മറ്റൊരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് മാറുന്ന നീക്കങ്ങളാണ്, അതിനാടകീയമായ സാഹചര്യങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.